ഇത് നമ്മുടെ ചാലിയം. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ പുഴയ്ക്കും കടലുണ്ടി പുഴയ്ക്കുമിടയിലായി ചാലിയാറും അറബിക്കടലും സംഗമിക്കുന്ന ലാവണ്യത്തിൻ്റെ പറുദീസ. രാജ്യാന്തര മാതൃകയിൽ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കിയ ചാലിയം ബീച്ച് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാകുന്നു. ഇൻ്റർലോക്ക് ചെയ്ത നിലവും വാച്ച് ടവറും റെസ്റ്റോറൻറ്റുകളും കടൽ തീരത്തെ ചെറിയ ബാംബോ കിയോസ്കുകളും ബീച്ചിൽ തീരത്തോട് ചേർത്ത് നിർമ്മിച്ച കൈവരികളും അലങ്കാര വിളക്കുകളും ഇരിപ്പിടങ്ങളുമെല്ലാമായി മൊഞ്ചത്തിയായി ചാലിയം സഞ്ചാരികളെ വരവേൽക്കുന്നു. ഓഷ്യാനസ് ബീച്ച് നവീകരണം പദ്ധതി ടൂറിസം വകുപ്പ് അനുവദിച്ച 9.25 കോടി രൂപ ഉപയോഗിച്ച് ചാലിയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 21 കിലോമീറ്ററും കോഴിക്കോട് പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്ററും അടുത്തായാണ് ചാലിയം സ്ഥിതി ചെയ്യുന്നത്. ലോക്കൽ ട്രെയിനിൽ കടലുണ്ടി ഇറങ്ങിയും ചാലിയത്തെത്താം. കടലുണ്ടി പക്ഷി സങ്കേതവും കണ്ടൽ തുരുത്തും വളരെ പ്രസിദ്ധമാണ്. കോഴിക്കോടിൻ്റെ പഴയ തുറമുഖമായ ബേപ്പൂരിൽ നിന്നും ജങ്കാർ സർവീസ് വഴി ചാലിയത്തെത്താം. കടലും പുഴയും ചേരുന്ന ഈ തീരത്തിൻ്റെ യുദ്ധതന്ത്രപ്രധാനമായ കിടപ്പിലും അഴിമുഖത്തിൻ്റെ ചാരുതയിലും ആകർഷിക്കപ്പെട്ട് പോർച്ചുഗീസുകാർ 1531 ചാലിയം കോട്ട സ്ഥാപിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും മുല്ലമ്മൽ കോട്ട അഥവാ ചാലിയം കോട്ട എന്നറിയപ്പെടുന്നിടത്ത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. പ്രകൃതി രമണീയതയും ചരിത്രപ്രസിദ്ധവുമായ ചാലിയം ഇന്ന് സഞ്ചാരികളുടെ ഇഷ്ട സങ്കേതമായി മാറുകയാണ്. ചാലിയം വിനോദസഞ്ചാര ഭൂപടത്തിലെ പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ്. കടൽക്കാറ്റും പുഴയുടെ ശാന്തതയും മനം മയക്കുന്ന കോഴിക്കോടിൻ്റെ ഭക്ഷണ വൈവിധ്യവും ലൈറ്റുകളുടെ വർണ്ണവിന്യാസവും കൊണ്ട് ചാലിയം സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്.